കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമായ മാന്നാർ ബെൽമെറ്റൽ ടൗൺ എന്നും അറിയപ്പെടുന്നു. വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ടവർ തലമുറകളായി പിച്ചള, വെങ്കലം, വെള്ളി എന്നിവയിലെ മനോഹരമായ സൃഷ്ടികളുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് മൂലമാണ് നാടിന് ഈ വിശേഷണം. എൻ്റെ പേര് രാജേന്ദ്രൻ. ഈ മാന്നാർ പ്രദേശത്ത് തന്നെ ഉള്ളതാണ് എൻ്റെ വീട്. ഈ മണ്ണെന്ന് പറയുന്നത് ഈ മണ്ണാണ് എല്ലാ ഉപയോഗത്തിൽ. ഈ വാർപ്പിൻ്റെ ആയാലും ഉരുളിയായാലും വിളക്കിൻ്റെ ആയാലും എല്ലാം ഈ മണ്ണിനകത്താണ്. ഈ വാർത്ത് കഴിഞ്ഞ് ഈ മണ്ണ് പൊടിച്ചെടുക്കും. പൊടിച്ച് ഈ ചെളിയുടെ ചേർത്താണ് ഇത് കുഴച്ച് എല്ലാ ആവശ്യങ്ങൾക്കും ഈ മണ്ണ് വേണം. മണ്ണില്ലെങ്കിൽ പണി നടക്കത്തില്ല. അങ്ങനെയാണ് ഈ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. ഇതുണ്ട് കൊച്ചുരുളി, വിളക്ക്, ഇതെല്ലാം ഈ മണ്ണിൽ നിന്നാണ് തുടക്കം. പിന്നാണ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. 400 വർഷം മുമ്പ് ആരംഭിച്ചതാണ് ഈ കുലത്തൊഴിലെന്ന് അവർ അവകാശപ്പെടുന്നു. ചീങ്കിളി ആശാരി, കൊല്ലം നീലകണ്ഠാശാരി, ചെല്ലപ്പൻ ആശാരി, നാരായണൻ ആശാരി, വിശ്വനാഥ് ആശാരി, രംഗനാഥൻ ആശാരി എന്നിവർ ഇതിൽ അറിയപ്പെടുന്ന സൃഷ്ടാക്കളാണ്. കിണ്ണൻ, നിലവിളക്ക്, ചെമ്പി, കിണ്ടി തുടങ്ങി അനേകം വസ്തുക്കൾ പല ആകൃതിയിലും ആവശ്യാനുസരണവും കച്ചവട അവസരങ്ങൾക്കുമായി ഇന്നും നിർമ്മിക്കപ്പെടുന്നു. 300-400 കിലോ വരുന്ന വാർപ്പും ഭാരമുള്ള അനേകം വസ്തുക്കളും ഉണ്ടാക്കേണ്ടി വരാറുണ്ട്. പണ്ടുകാലത്ത് വീട്ടിലുള്ളവരെല്ലാം ഓട്ടുപാത്രങ്ങൾ തന്നെയാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്നങ്ങനെയല്ല. ആയുർവേദവും കാറ്ററിംഗും സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന അമ്പലങ്ങളും ഇന്നും ഓട്ടുപാത്രങ്ങൾ തന്നെയാണ് വിനിയോഗിക്കുന്നത്. അതിന്റെ രുചി വേറെ തന്നെയാണെന്ന് അവർ പറയുന്നു. സ്കിൽഡ് വർക്കേഴ്സ് എത്ര സീനിയോറിറ്റി ആണെങ്കിലും 1500 രൂപയാണ് പരമാവധി പ്രതിദിന വേതനം. ആ ശമ്പളത്തിൽ ഈ ജോലി ചെയ്യാൻ ആരും ഇന്ന് തയ്യാറല്ല. സെമി സ്കിൽഡ് വർക്കേഴ്സ് എല്ലാവരും പ്രായം ചെന്നവരാണ്. അൺസ്കിൽഡ് വർക്കേഴ്സ് ഭൂരിഭാഗവും അന്യസംസ്ഥാന തൊഴിലാളികളും. ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം തീരെ കുറവാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഈ കുലത്തൊഴിൽ നമ്മുടേന്ന് മാത്രമല്ല, മലയാളിയുടെ സ്വന്തമെന്ന് പറയാൻ തന്നെ കഴിയില്ല. വേണുഗോപാൽ, ഇവിടെ അടുത്ത് തന്നെ മാന്നാർ. ഇത് ഇപ്പം നമ്മളൊരു മാമ വാർത്തിട്ടിരിക്കുന്നില്ലേ, അതിൻ്റെ ഏറ്റവും അടിയിലത്തെ ബേസാണ്. ഇത് ഫിനിഷ് ചെയ്തിട്ട് ആ ആമ ഈ റൗണ്ട്, ഇതിൻ്റെ മുകളിൽ ഈ റൗണ്ട് വരും, അതിൻ്റെ മുകളിൽ ആമ വരും. അങ്ങനെ ഒരു ഇത് ഹോട്ടലിലേക്ക് വേണ്ടിയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ വിളക്കൊക്കെ പോളിഷ് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ ഒരു കറങ്ങുന്നൊരു അച്ചുണ്ട്, അതിൽ ഒട്ടിയിട്ട് അത് കടഞ്ഞെടുക്കും. കടഞ്ഞെടുത്ത് അതിൻ്റെ 2-3 സൈസ് പേപ്പറും അതെല്ലാം ഇട്ട് കഴിഞ്ഞ് അത് പിന്നെ വേറെ മഫ് ചെയ്യുന്നിടത്ത് കൊണ്ട് മഫ് ചെയ്ത് എല്ലാം മിനുക്കി പോളിഷാക്കി എടുക്കും. എൻ്റെ പേര് മോഹൻ എന്നാണ്. എൻ്റെ വീട് ചങ്ങനാശ്ശേരിയാണ്. ഞാൻ രാവിലെ വരും, വൈകിട്ട് ജോലി കഴിഞ്ഞ് പോകും. ഇപ്പം ഞാൻ ചെയ്യുന്നത് വിളക്കിൻ്റെ പണിയാണ്. ഏത് സൈസ് വിളക്കും, ഏത് മോഡലും ഏത് സൈസ് വിളക്കും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഇത് 4 അടിയുടെ ഒരു വിളക്കാണ് ഈ കാണുന്നത്. 4 അടിയുടെ വിളക്കാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ കരു പിടിച്ച് കരുവിൻ്റെ പുറത്ത് വേറെ ഒരു ചെളി, ചാണകവും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത ഒരു മണ്ണാണ്. ആ മണ്ണിട്ട് അതിൻ്റെ പുറത്ത് പരുക്കം മണ്ണാണ്. ആ പരുക്കം മണ്ണ് നിരപ്പാക്കിയിട്ട് കോട്ടമില്ലാതെ ഈ ആക്സിലെ കയറ്റിയിട്ട് കോട്ടമില്ലാതെ ഇട്ടിട്ട് ആ രീതി അത് കാണാമല്ലോ, ആ രീതിയിൽ ആ ഫിനിഷിങ് ആക്കുക. അപ്പോൾ ഇതിനൊരു കോട്ടം ഉണ്ടാകത്തില്ല. കോട്ടം വന്നു കഴിഞ്ഞാൽ
പകുതി ഭാഗം കിട്ടുകയുള്ളൂ. അപ്പം കോട്ടമില്ലാത്ത രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് ഒരു കനമുള്ള തകിടിടും. ആ തകിടിൻ്റെ അനുസരിച്ച് ആണ് നമ്മൾ ഏത് കനമാണ് ആ കനത്തിൻ്റെ തകിടിടും. തകിടിട്ടതിന് ശേഷം മെഴുകല നമ്മൾ മെഴുക് പിടിക്കും. മെഴുകണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. മെഴുകിടും. മെഴുകിട്ടതിൻ്റെ പുറത്താണ് നമ്മൾ മണ്ണൊക്കെ തേച്ച് ആ രീതിയിലൊക്കെ അവിടെ വരുന്നത്. ആദ്യം മോൾഡ് ചെയ്യുന്ന മണ്ണുപയോഗിച്ച് വലിപ്പമനുസരിച്ച് ബേസ് ഉണ്ടാക്കും. ഉണങ്ങിയ ശേഷം അച്ചുതണ്ട് ഗണിച്ച് അതിനെ ഉണക്കാൻ വയ്ക്കും. കോട്ടം കളഞ്ഞ് വേണ്ട ആകൃതിയിലാക്കും. അതിൽ ഇരുമ്പ് പഴുപ്പിച്ചൊഴിച്ച് രൂപം നൽകി ബലപ്പെടുത്തും. എന്നിട്ട് ഡ്രൈയും റഫുമായിട്ടുള്ള മണ്ണുകൾ 2-3 തവണ പുരട്ടി പിന്നെയും ബലപ്പിക്കും. ഇതിന്റെ മുകളിൽ മിനുസത്തിനായി മണ്ണും പിന്നീട് മെഴുകും തേച്ചു പിടിപ്പിക്കുന്നു. തീയിട്ട് നല്ലപോലെ മോൾഡ് പഴുപ്പിക്കും. 200 ഡിഗ്രി ചൂട് വേണം. ഉരുകി കഴിഞ്ഞ് മോൾഡ് പഴുത്തു കഴിയുമ്പോൾ ചൂളയിൽ നിന്ന് കട്ടയെല്ലാം മാറ്റി മണ്ണും മെറ്റലും നിറയ്ക്കും. തണുത്ത ശേഷം പൊട്ടിച്ചെടുത്ത് വൃത്തിയാക്കി പോളിഷ് ചെയ്യുകയും ചെയ്യും. വൈകിട്ട് കഴിയുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഒരു ആവറേജ് ഒരു ചെറിയ 100 കിലോ 200-300 ആകുമ്പോൾ പിറ്റേ ദിവസം രാവിലെ മണ്ണ് നീക്കിയിട്ട് മോൾഡ് പൊട്ടിച്ച് വാർപ്പെടുത്തിട്ട് അല്ല ഉരുളി എടുത്തിട്ട് അല്ല വിളക്കെടുത്തിട്ട് അതുള്ളിലത്തെ മണ്ണെല്ലാം പൊട്ടിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്ത് ഫിനിഷ് ചെയ്യുക. ഫിനിഷ് ഗ്രൈൻഡ് ചെയ്യുക. അപ്പം നേരത്തെയൊക്കെ കൈകൊണ്ടൊക്കെ വരച്ചൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പോൾ ഗ്രൈൻഡറും അതൊക്കെ ഇറങ്ങിയോണ്ട് അതുകൊണ്ട് ഇപ്പം ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഗ്രൈൻഡ് ചെയ്ത് മിനുക്കി പോളിഷ് ചെയ്ത് കടകളിലെത്തിക്കുന്നു. അല്ലെ ഓർഡർ തന്നവർക്ക് കൊടുക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ. മാർക്കറ്റിൽ പണ്ടത്തെ കൂട്ടുള്ള വലിയ സാധനങ്ങളൊക്കെ ഇപ്പോൾ അത്യാവശ്യം വേണ്ടവർ മാത്രം വാങ്ങിക്കുന്നുള്ളൂ. ഈ ഇന്ത്യയിലും വന്നതോടെ അതിനൊക്കെ ലെവൽ കുറഞ്ഞു വന്നെത്തി. അപ്പോൾ ആപ്പിൾ ഇത് എടുത്ത് പൊക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ഇപ്പോഴത്തെ ആൾക്കാർക്കല്ല. ജനറേഷൻ ഈ സാധനങ്ങളൊക്കെ അടുപ്പത്ത് വെക്കാൻ വയ്യ, പൊക്കാൻ വയ്യ, കഴുകാൻ വയ്യ എന്നുള്ളൊരു രീതി വന്ന കാരണം കുറച്ചൊക്കെ അത്യാവശ്യം ആൾക്കാർ മാത്രം വാങ്ങിക്കാറുള്ളൂ. ബാക്കിയുള്ളവർ അലുമിനിയത്തിലിട്ടും ഇന്ത്യയിലിട്ടിട്ടുണ്ട് ആറുകൾ. സ്കില്ലിനെസ് ഇപ്പോൾ ആൾക്കാരായിട്ടും ചെയ്യാൻ പഠിക്കാൻ തോന്നുന്ന പോലില്ല അങ്ങനത്തെ സ്റ്റേജാണ്. നല്ല ശമ്പളം ഇച്ചിരി കൂടുതൽ കിട്ടിയാലും അവർക്ക് അത് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു തോന്നലുണ്ട് ഇപ്പോഴത്തെ ആൾക്കാർ. അവർ നല്ല സമാധാനമായിട്ട് ഇരുന്ന് എനിക്ക് പഠിക്കണം ചെയ്യണം അങ്ങനെ ആർക്കും തോന്നുക. പെട്ടെന്ന് കിട്ടുന്ന അത്രയും മതി. ഇല്ല കുറച്ചായാലും അത് മതി. അന്ന് പെട്ടെന്ന് ചെയ്തിട്ട് വൈകുന്നേരം പോവുക അങ്ങനെയുള്ളത്. അല്ലാതെ എനിക്ക് പഠിക്കണം എന്നുള്ള ചിന്ത ആർക്കും വേണം. യുവതലമുറ എല്ലാ രീതിയിലും തള്ളിക്കളയുന്ന ഈ സംസ്കാര മൂല്യമുള്ള കുലത്തൊഴിൽ അവസാനിക്കുമോ എന്ന ആശങ്ക ഉയരുകയാണ്.